സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറഞ്ഞാൽ ക്യാൻസറിന്റെ ബയോപ്സി റിസൾട്ട് പോസിറ്റീവ് ആയതാണ് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. സർജിക്കലി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു സെൻസിറ്റീവ് ഏരിയ ആണ്. അതുകൊണ്ട് റേഡിയേഷൻ എടുക്കുന്നതായിരിക്കും. അതായത് തന്നെ ഒഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇതൊരു ഒരു ഒരു സെൽ അവിടെ ആവശ്യമില്ലാത്ത ഗ്രോത്ത് വളർന്ന ഒരു ദശ അവിടെ നിൽക്കുകയാണ്. അത് ആ ചെറിയ സ്റ്റേജിലാണെങ്കിലും ഫർദറായിട്ട് അത് വളരെ ഒന്നും ചെയ്യുന്നില്ല. അത് ന്യൂട്രീഷൻ ട്രീറ്റ്മെന്റിന്റെയും ഒക്കെ ഭാഗമായിട്ടാണ് അത് പ്രോബബ്ലി വളരാതിരുന്നത്. പക്ഷെ ഇത് പൂർണ്ണമായ ന്യൂട്രീഷൻ ചികിത്സയുടെ വിജയമായി കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം എന്റെ കുറ്റാന്വേഷണ പത്രപ്രവർത്തനവുമായി പ്രവർത്തിക്കുന്ന ഞാൻ കഴിഞ്ഞ കുറേ കാലമായി തട്ടിപ്പുകാരെ കുറിച്ചുള്ള വാർത്തകളാണ് പ്രസിദ്ധീകരിക്കാറ്. അതിനിടയിൽ നന്മ നിറഞ്ഞ ആളുകളെക്കുറിച്ചും കണ്ടെത്താറുണ്ട്. അവരുടെ നന്മകളെക്കുറിച്ച് നമ്മൾ ലോകത്തോട് വിളിച്ചു പറയാറുണ്ട്. അത് മറ്റുള്ളവർക്ക് നന്മ കിട്ടണം എന്നുള്ള ആഗ്രഹത്താലാണ്. നമുക്കറിയാം, മെഡിക്കൽ മേഖല എന്ന് പറയുന്നത് തട്ടിപ്പുകളുടെ ലോകമാണ്. ആ തട്ടിപ്പുകളുടെ ലോകത്തിൽപ്പെട്ട് ജീവിതം തന്നെ നശിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളെക്കുറിച്ച് എനിക്കറിയാം. എന്നാൽ അതിനിടയിൽ നന്മ ചെയ്തിട്ടുള്ള ഒരു പ്രമുഖനായ ഡോക്ടറാണ് ഡോക്ടർ എ ശ്രീകുമാർ. അദ്ദേഹം ക്യാൻസറിൽ സ്പെഷ്യലിസ്റ്റാണ്. മോഡേൺ മെഡിസിനിൽ വിദേശത്ത് പോയി ന്യൂട്രീഷൻ ചികിത്സ എടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം ന്യൂട്രീഷൻ ചികിത്സയിലൂടെ ഇവിടെ ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളടക്കമുള്ള ആളുകളെ ചികിത്സിച്ച് ഭേദമാക്കുന്നു. അങ്ങനെ നന്മ ചെയ്ത ഡോക്ടർ എ ശ്രീകുമാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടറെ. ഡോക്ടറുടെ ആദ്യം തന്നെ ജന്മദിനാശംസകൾ നേരെയാണ്. 70ാം ജന്മദിനമാണല്ലേ ഡോക്ടർ? എപ്പോഴും ചെറുപ്പമാണ് ഡോക്ടർ. ഇതിന്റെ ഒരു രഹസ്യം ഒന്ന് ഡോക്ടറുടെ നമുക്ക് കാണാം. പ്രായം എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാണ്. അപ്പം ശരീരത്തിന് പ്രായമില്ല. നമ്മളൊരു മൃഗത്തെ നോക്കിയിട്ട് പ്രായം നോക്കും, എന്നാണ് ജനിച്ചതെന്ന് മൃഗങ്ങൾ ചോദിക്കാറില്ല. ഞാനൊരു ക്രിയേറ്റീവ്സ്, കാരണം ഈ ഒരു മേഖല വന്നതിന് ഞാൻ ആലോചിക്കാറില്ല. എന്റെ അമ്മൂമ്മ, ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിൽ ഞാൻ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിസ്റ്റർ വന്ന് കേസിട്ട് കാണിച്ചിട്ട് അമ്മൂമ്മയെ അഡ്മിറ്റ് ചെയ്ത് ICU. ഞാൻ എന്റെ ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പ്രായമൊക്കെ നോക്കി, പ്രായം 61 വയസ്സ്. മനസ്സിലൊരു ചിരി വന്നെങ്കിലും അതിനുശേഷം ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ICU ചെന്നിട്ട് അമ്മൂമ്മയ്ക്ക് എത്ര വയസ്സായി? അത് 60 വയസ്സായിട്ടാണ്. എന്റെ അമ്മയ്ക്ക് അത് 60 വയസ്സുണ്ട്. പക്ഷെ അമ്മൂമ്മയുടെ ഫീലിംഗ്, അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എന്റെ അമ്മയ്ക്ക് അതൊക്കെ 10 മാറും. ഞാൻ എനിക്ക് സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പൊ എന്ന് പറയുന്ന ഫീലിംഗ് ആണ്. കാരണം അന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, അവർക്കൊന്നും ആവശ്യമില്ല. അത് പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പൂജ കഴിക്കുന്നു, അത്രേ ഉള്ളൂ. അമ്പലത്തിൽ പോകുന്നത് നമുക്ക് അന്നത്തെ ചില പായസം കിട്ടും, അതാണ് നമ്മൾ ബർത്ത്ഡേ എന്ന് പറയുന്നത് ആഘോഷിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പക്ഷെ ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി, ലോകം മാറി, നമ്മൾ ഓരോ ദിവസം നമ്മളാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏജിങ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിലേക്ക് വരും. പണ്ട് ഏജ് നോക്കുന്നത് ഗവൺമെന്റ് ജോലിയുള്ളവരായിരുന്നു. റിട്ടയർ ചെയ്തതിന് പണിയുന്നില്ല, കുഴിയിലോട് കാര്യം കിട്ടിയിരിക്കാം. ഇന്ന് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. വർക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം വർക്ക് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഏജ് ഒരു ഫാക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏജ് ഒരു ഫാക്ടർ അല്ല എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് പ്രായം കൂടി ഇനിയാണ് ഇത് ചെയ്യുന്നത് എന്നൊരു ഫീലിംഗ് വരും. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കുറച്ചാൾ മുമ്പ് ഈ ഒരു മേഖലയിൽ തിരിഞ്ഞതിന് ശേഷം എന്നോട് പലരും ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല. കാരണം ജോലിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ പിന്നെ നമ്മള് ചെയ്യുന്നതൊക്കെ നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എനിക്കൊന്ന് മനസ്സും പ്രായമാവുന്നില്ലായിരിക്കും. അപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും 70 നോക്കാനും 70 വയസ്സായല്ലോ എന്നൊക്കെ നമ്മള് ആ ഒരു സെക്കൻഡ് പിന്നെ ഞാൻ നമ്മളത് പറഞ്ഞു. ഏജ് എന്നൊരു ഫാക്ടറാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലാണ്. ആ ശരീരത്തിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സ് പറയുന്നതൊക്കെ ശരീരം കൊണ്ട് ചെയ്യാം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രായം ഇല്ല. നമുക്കത് ചെയ്യണമെങ്കിൽ ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്, പലരും മറന്നു പോകുന്നൊരു കാര്യം, എല്ലാവരും ജോലി ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന പലരും ചെയ്യുന്നു. പക്ഷെ ഒരു അസറ്റ് ബിൽഡ് ചെയ്യണം. എവിടെയാണ് ബിൽഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്വന്തം ആരോഗ്യത്തിലായി. കാരണം പ്രായമാകുന്നത് ഒരിക്കലും കഷ്ടപ്പെടാൻ വേണ്ടിയല്ല. ഇത്രയും നാള് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങള് നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നത് ആ പ്രായമാകുമ്പോഴേ. അത് ആശുപത്രിയിലും കൊണ്ട് നമ്മൾ പേടിച്ചും അല്ലെങ്കിൽ സങ്കടം കൊണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതല്ല. സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ് ഓൾഡ് ഏജ്. അതിനു പകരം ഇന്ന് നമ്മൾ ചെയ്യുന്നത്, പ്രത്യേകിച്ച് കേരളം പോലത്തെ ഒരു രാജ്യം, സംസ്ഥാനം, കാരണം ഏറ്റവും കൂടുതൽ ഇന്ന് പ്രായമുള്ള ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം, ഒരു ഓൾഡ് ഏജ് സ്റ്റേറ്റ് തന്നെ പറയാം.
ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ ഒരു കാഴ്ചപ്പാട് ആൾക്കാർക്ക് മാറണം. ഞാൻ പറയുന്ന ഒരു പ്രായം ഒരു 45 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവര് ഒന്ന് ബിൽഡ് ചെയ്യണം, സ്വന്തം ശരീരത്തിന്റെ ഹെൽത്ത് അസറ്റ് ബിൽഡ് ചെയ്യണം. അസറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രായമാകുമ്പോൾ നമ്മളെ കൊണ്ട് ക്രിയേഷൻ മാത്രമേ ക്രിയേറ്റിവിറ്റി, കാരണം നമ്മളെ കൊണ്ട് നാട്ടുകാർക്ക് ശല്യം ഉണ്ടാകും, നമ്മളെ കൊണ്ട് നമ്മുടെ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒരു പ്രാരാബ്ധമാകാതിരിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം. അപ്പൊ നമുക്ക് ആരോഗ്യമുണ്ട്, നമ്മുടെ മക്കളൊക്കെ വളരെ സന്തോഷമാണ്, അച്ഛനും അമ്മയ്ക്ക് നല്ല ആരോഗ്യമുണ്ട്, പിന്നെ അവരെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റും. തിരിച്ചാണെങ്കിൽ നേരെ തിരിയും, എത്ര പേരുടെ ലൈഫിനെ അഫക്ട് ചെയ്യുന്നു. സോ ആരോഗ്യം ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്, പ്രായമല്ല ഇമ്പോർട്ടന്റ് ഘടകം. ആരോഗ്യം എത്രയും ബിൽഡ് ചെയ്യാൻ പറ്റുന്നു അത്രയും നല്ലത്. അതിനുവേണ്ടി ഞാൻ ആ ഒരു ലെവലിലോട്ട് മാറിയപ്പോൾ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ഞാനും ആരോഗ്യം ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മളും ആ ഒരു ഫേസിലേക്കോ ആ ഒരു സ്റ്റേജിലേക്കോ വന്നു. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്, ഈ പ്രണയമാണ് ഇന്നത്തെ വിഷയം. എല്ലാവർക്കും സന്തോഷം പകരുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രണയമായിട്ട് ഡോക്ടർക്ക്. അപ്പൊ ഇപ്പൊ 2 വിശിഷ്ട വ്യക്തികൾ നമ്മളെ മുന്നിലുണ്ട് ഡോക്ടറുടെ. ഈ ഡോക്ടർ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുള്ള ആ വ്യക്തികളെ കാണുമ്പോൾ ഡോക്ടർക്ക് എന്താണ് ഫീൽ ചെയ്യാറ്? ഇന്ന് പലപ്പോഴും ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഞാൻ കയറുന്നത്, അപ്പൊ വന്ന് കയറുമ്പോ താഴെ ഞാൻ നോക്കുന്ന ദിവസമല്ല, ഞാനും പലരും ഇൻഡസ്ട്രിയൊക്കെ വരുന്നവരൊക്കെ ബർത്ത്ഡേ ആണ് ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് താഴെ തന്നെ നിന്നുള്ള ഒരു പൂക്കളൊക്കെ ആയിട്ട് റിസീവ് ചെയ്യുമ്പോൾ ഇതിലും വലിയ റിസപ്ഷൻ എന്താ വേണ്ടത്? അതെ, അതെന്ന് വെച്ചാൽ എല്ലായിടത്തും തഴഞ്ഞ രോഗികളാണ്. അല്ലാതെ നമ്മളൊരു ചെറിയ രോഗമല്ല, രോഗാവസ്ഥ കഴിഞ്ഞാൽ അറ്റത്ത് വന്ന് ഇരുന്ന് തഴയപ്പെട്ട രോഗികളാണ്. അവര് നിന്നോണ്ട് നമുക്കൊരു വിഷയപ്പെടും, ഇതിക്കൊണ്ട് എനിക്കെന്താ പ്രതീക്ഷിക്കുന്നത്? ഏറ്റവും സാറ്റിസ്ഫൈഡ് ആണ് ഡോക്ടർ. അപ്പൊ ഇവരുടെ 2 പേരുടെയും എന്താണ് അസുഖം, എങ്ങനെയാണ് ഡോക്ടർ ചികിത്സിച്ച് ഭേദമാക്കിയത്? ശരിക്കും ഞാൻ രോഗങ്ങൾ എന്ന് പറഞ്ഞൊരു പേരിൽ ഞാൻ അറിയപ്പെടാം. കാരണം രോഗം എന്ന് പറയുന്നത് മനുഷ്യരുണ്ടാക്കിയ പേരുകളാണ്. അതെന്ത് പേരാണെങ്കിലും ആ പേരിൽ നിന്നാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ എളുപ്പമുള്ളതുകൊണ്ട് എളുപ്പമായിരിക്കാം. ഇപ്പം ഓരോരുത്തരും നമ്മള് വീട്ടിൽ നമ്മുടെ അച്ഛനമ്മയും പേരിട്ടു, പേരിട്ടുണ്ട് ഇന്ന പേര് പറയുന്നതാണ്. ഒരു പണ്ടൊക്കെയാണ് 10-12 മക്കളുണ്ട്. അപ്പം ഏത് 1, 2, 3 എന്ന് പറയാതിരിക്കുന്നത് ഒരു പേര് വിളിക്കുന്നു എന്ന് പറയുന്നവരുള്ളൂ. ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ പേരിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, നമ്പറിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ നമ്പറിൽ ഒന്നുമില്ല. കാരണം ഇത് രണ്ടുമാണ് ഇന്ന് ശരിക്കും പറഞ്ഞ ആധുനിക ചികിത്സയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു പേരിന്റെ ഗെയിമുമല്ല, നമ്പറിന്റെ ഗെയിമുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് നമ്മൾ കഷ്ടപ്പാടുകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ എനിക്കത് ഇവര് 2 പേരും എനിക്കത് ഞാൻ തുടങ്ങിയ കാലം തൊട്ട് അറിയാം. പക്ഷെ അന്ന് വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നമുള്ളപ്പോൾ ഇത് സുജാത, ഇത് ദിനേശ് വാര്യർ. സുജാതയുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഒരു ഏജ് കഴിയുമ്പോൾ സാധാരണ വരുന്ന ഹോർമോണൽ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് വേദനകളും അതൊക്കെ ഉണ്ട്, അങ്ങനെ വരാറുണ്ടായിരുന്നു. അപ്പൊ ജോയിന്റ്സിന് പെയിൻ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു മെയിൻ. ഞാൻ ജോയിന്റ് പെയിൻ അതിന്റെ എന്ത് അസുഖം എന്നുള്ളതല്ല, ആ ഒരു ഹെൽത്ത് നോക്കിയിട്ട് ഹെൽത്തിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടുന്ന കുറച്ച് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്. പക്ഷെ വലിയ അഗ്രസീവായിട്ടുള്ള വലിയ ചികിത്സകളൊന്നും ആവശ്യമില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ പുള്ളിക്കാരി തന്നെ ഈ ഒരു പ്രശ്നങ്ങളെ മറികടക്കാനും വലിയ പ്രോബ്ലത്തിലൊക്കെ പോകാതിരുന്നു. പിന്നെ എന്ന് തന്നെയല്ല, ഞാനൊരു ബുക്ക് എഴുതിയതിന്റെ പ്രൂഫ് റീഡിങ്ങും ബ്രഹ്മാസ്ത്ര എന്നാണ്. അങ്ങനൊരു പുസ്തകം എഴുതിയപ്പോൾ അതിന് ഒരാള് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണം. നമ്മൾ എഴുതി കഴിച്ച് അതിനകത്ത് ഗ്രാമർ നോക്കണം, മറ്റേ നോക്കണം, പലതും നോക്കാൻ വേണ്ടി എന്റെ പ്രൂഫ് റീഡിങ് ചെയ്യുന്ന വ്യക്തി കൂടാണ്. അപ്പൊ ഒരു രോഗി എന്നുള്ള രൂപത്തിൽ അല്ല ഒരു ഫണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു അപ്പൊ അവരുടെ രോഗമല്ല പറഞ്ഞിരുന്നത്. പിന്നെ രണ്ടാമതൊരു അടുത്ത പഠിച്ചെടുക്കണം. ഒരു ദിവസം ദിനേശ് വന്ന് വായിലൊരു ചെറിയ പ്രശ്നമായിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ കണ്ടപ്പോ തന്നെ നമുക്കറിയാം ഇന്നതാണ്. അപ്പം ദിനേശ് അപ്പം തന്നെ പോയി എനിക്കെന്നെ തൃശ്ശൂർ കൊണ്ട് കാണിച്ചു. കള്ളത്തും കാണിച്ചു കഴിഞ്ഞ് ക്യാൻസറിന്റെ ലക്ഷണമാണ്. അപ്പം ദിനേശിന് ചികിത്സ ചെയ്യാൻ വളരെ ചെറിയ ഞാൻ ഒരു കാര്യം ചെയ്യും. എന്തായാലും നമുക്ക് ക്യാൻസർ ആണെങ്കിൽ എന്താണെങ്കിലും നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യണം. ഒരു 3-4 മാസം പ്രിപ്പയർ ചെയ്തതിന് ശേഷം നോക്കാം. അപ്പം അതിനിടയ്ക്ക് ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ വേറൊരു ഡോക്ടർ, ഞാനിപ്പോ സർജറി ഒന്നും ചെയ്തില്ല, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു പുള്ളിയുടെ ബയോപ്സി എടുത്തു കഴിഞ്ഞപ്പോൾ ക്യാൻസർ ആണ് എന്നുള്ളത് മനസ്സിലായി.
അപ്പം നമ്മള് ബാക്കിയുള്ള ദിനേശാണ് ഒരു ചികിത്സയ്ക്കും സംഭവമല്ല. പിന്നെ അത് തൃശ്ശൂർ പോയിട്ട് അമലേന്ന് ചാടി ഇവിടെ വന്നതാണ്. അവിടുന്ന് ചാടി വന്നിട്ട് അവസാനം ഞാൻ ഇതിനകത്ത് ഇന്റഗ്രേറ്റീവ് ട്രീറ്റ്മെന്റ് വർക്ക് ചെയ്തു. കാരണം ഒരു ചെറിയൊരു ഗ്രോത്ത് ആണ്, അൾസറേറ്റീവ് ഗ്രോത്ത് ആണ് ടോൺസിലിന്റെ അവിടെ. അപ്പൊ അത് കംപ്ലീറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ സർജറി എന്ന് പറയുമ്പോൾ ആ ഭാഗം മുഴുവൻ വലിച്ചു കുറച്ചു. അതിനേക്കാളും നല്ലത് റേഡിയേഷൻ ആണ്. ഞാൻ പിന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ തരാം. എന്നിട്ട് അങ്ങനെയാണ് പിന്നെ റേഡിയേഷനും ഇതിവിടെ കണ്ടിന്യൂ ചെയ്തു. ഏറ്റവും വലിയ രസം എന്ന് വെച്ചാല് പുള്ളിക്ക് ഇത് കാരണം റേഡിയേഷന്റെ ചെറിയ ഡിഫക്റ്റ് ഉണ്ടായി എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അത് കഴിഞ്ഞിപ്പോ 7 വർഷമായിരുന്നു, 8 years ആയി. എപ്പോഴും എപ്പോഴും നന്നായിട്ട് ജോലി ചെയ്തൊരു ക്യാൻസർ വന്നു എന്ന് നമ്മൾ പറയുമ്പം അറിയാം. അല്ലെങ്കിൽ ക്യാൻസറിന് അവിടെ ഞാൻ പറഞ്ഞ പേരിനകത്തൊന്നും ഒന്നുമില്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നത്തെ നമ്മൾ സോൾവ് ചെയ്തു. അതിനെ തിരിച്ച് ഇനി വരാതിരിക്കാൻ വേണ്ടുന്ന സപ്ലിമെന്റ്സും ബാക്കിയുള്ളതെല്ലാം ലൈഫ് സ്റ്റൈൽ വലിയ ചേഞ്ച് ഒന്നും വരുത്താതെ ലൈഫ് സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണ്. എല്ലാവരും ഒരാൾ ഞാൻ ജീവിക്കുന്നവരെ വേറെ ആൾ ചെയ്യുമ്പോൾ അതെ. അപ്പൊ അതിന് വേണ്ടുന്ന അതിനുള്ള ഡിഫക്റ്റ് നമുക്ക് അല്ലെങ്കിൽ പിന്നെ എന്തോന്ന് മെഡിസിൻ ഈ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഡോക്ടർ അടുത്ത് ആദ്യം തൊട്ട് വന്നിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ റേഡിയേഷന് ചെറിയ ഡിഫക്റ്റ് ഒക്കെ ഉണ്ടെന്ന്. ശരിക്കും റേഡിയേഷനും അതേപോലെ കീമോതെറാപ്പി ഒന്നും ആവശ്യമില്ലല്ലോ. നോർമലി ആവശ്യമില്ല, ചില കേസിൽ നമുക്ക് ആവശ്യം വരും. പക്ഷെ ഇത് ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കീമോ റേഡിയേഷൻ ഇതെന്നൊക്കെ പറയുന്നത് ഒരു ആയുധമാണ്. ആയുധം കൊടുക്കുകയാണ്. ആയുധം കൊടുക്കാനേ ഡോക്ടർക്ക് അറിയത്തുള്ളൂ, ആയുധം ഉപയോഗിക്കാൻ ഡോക്ടർക്ക് പറ്റത്തില്ല. കാരണം ഉപയോഗിക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ്. ആ വ്യക്തിയുടെ ശരീരത്തിലെ കോശങ്ങളാണ് അത് ഉപയോഗിക്കേണ്ടത്. അപ്പം അവരെ സ്ട്രോങ് ആക്കി വെക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സ്ട്രോങ് ആകുമ്പോൾ ഒരു ഗുണങ്ങളുണ്ട്. ചിലപ്പം ചില കേസിന് വേറൊന്നും ചെയ്യില്ല. 7 വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള കംപ്ലീറ്റ് ക്യാൻസർ ഇപ്പം ക്യാൻസറിന്റെ ഒരു അംശം പോലും ശരീരത്തിലില്ല, ഒരു പ്രശ്നമില്ല. ചെറിയ ചെറിയ ഒരു ഡ്രൈനസ് ഒക്കെ ഉണ്ട്. അത് ചെറിയ റേഡിയേഷന്റെ ഭാഗമായിട്ടുള്ള ഡ്രൈനസ് വായി വന്നപ്പോൾ ഡ്രൈ കപ്പിങ്ങനെ വരും. അതാണ് മാത്രമേ ഉള്ളൂ. അത് ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ റേഡിയേഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ഇവരിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു ഇവര്? ശ്രീദേവി അല്ലേ? അല്ല, സുജാത. ശ്രീകുമാർ, ദിനേശ് വാര്യർ, സുജാത. എന്താണ് സുജാതയുടെ മെയിൻലി പറയുന്ന മൈനർ കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഹോർമോൺ ഇംബാലൻസ് അതിന് സാധാരണ വരുന്നത്. സാധാരണ ഇതൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇതിന്റെ അടുത്ത ലെവലിൽ പല രോഗങ്ങളായിട്ട് അത് മാറും. നമ്മൾ ചിലപ്പോൾ അറിയുന്നില്ല. നാളെ വേറെ എന്തെങ്കിലും രോഗം വരാതെ ഇതുകൊണ്ട് രക്ഷപ്പെടുന്നതിനെ പറ്റി നമുക്ക് യാതൊരു അല്ലെങ്കിൽ എനിക്കിങ്ങനെ വരത്തില്ല നോക്കണ അവകാശപ്പെടാം. പക്ഷെ ജീവിക്കുന്നിടത്തോളം കാലം സുഖമായിട്ട് ജീവിക്കാം, രോഗങ്ങളെ പേടിക്കാതെ ജീവിക്കാം. രോഗം വരുമെന്ന് പറഞ്ഞ് നമ്മള് പേടിച്ച് ഇന്ന രോഗം വരുമെന്ന് പേടിച്ചോളം ജീവിതം നമ്മൾ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നമ്മള് ഇന്ന് കുറച്ചു മുമ്പ് വന്നൊരു മാന്യ വ്യക്തി പറഞ്ഞ പോലെ, അതായത് ഒരു രോഗം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അപ്പം ഇത് പേടിച്ച് ജീവിക്കുന്നതായിരുന്നു. പേടി പോണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ഇന്നൊരു വാലന്റൈൻസ് ഡേ ആണ്. അതായത് എല്ലാവർക്കും സ്നേഹമുള്ള ദിവസം. ഞാൻ പറയുന്നത് ലോകത്തില് ഈ ഒരു ആശയം എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് മദർ തെരേസ പറഞ്ഞൊരു പുള്ളിക്കാരി പറഞ്ഞൊരു ഡയലോഗാണ്. അതായത് എനിക്ക് ദൈവത്തിനെ പോലും പേടിയില്ല. പഞ്ചായത്ത് ദൈവത്തെ പേടിയില്ല, അതിനെ പേടിക്കുന്ന ദൈവത്തിനെ സ്നേഹിക്കാൻ മദർ തെരേസയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. അതൊന്നും ഞാൻ ഈ ഫീൽഡിലല്ല. അപ്പൊ നമ്മുടെ ചില പ്രവൃത്തികളിൽ ആ ഒരു പ്രോജക്റ്റ് ഞാൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ളപ്പോഴാണ്. അപ്പൊ ആ ഒരു സമയത്ത് അവർ വന്നപ്പോൾ സംസാരിച്ചാണ്. അപ്പൊ അന്നേരം ഈ പറയുന്ന ഈ ഒരു ഇതെന്ന് വെച്ചാൽ അവർ പറയുന്നത് ദൈവത്തെ പേടിച്ചെന്താ ജീവിക്കുന്നത്, ദൈവത്തിന് സ്നേഹിക്കാനല്ലേ അറിയുള്ളൂ. എന്തായാലും നമുക്ക് ഒരാൾ പറയുമ്പോഴാണ് നമുക്ക് ശരിയാണ് ദൈവത്തിനെ നമ്മൾ പേടിച്ചു പോയി ബഹുമാനിക്കേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചാൽ അതിന്റെ ആവശ്യമില്ല. പക്ഷെ സ്നേഹിക്കണമെന്ന് വെച്ചാൽ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുക വെച്ചാൽ നമ്മളെ സ്നേഹിക്കാൻ ആദ്യം പഠിക്കണം. നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട്, ദൈവത്തിന്റെ അംശമുണ്ട്. നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ ഇതിന്റെ ഗുണമുള്ളൂ. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളെ ഒന്ന് നോക്കും. ഞാനെപ്പോഴും പറയുന്നതേ ഉള്ളൂ, നമ്മളത് ശരിക്കും നമ്മൾ കണ്ണാടി ശരിക്കും നോക്കിയാൽ നമ്മളെ കാണാം. നമ്മളെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും. ആ ഒരു
കെയറിങ് അങ്ങോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ആ സ്നേഹം അങ്ങോട്ട് കൊടുക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വീട്ടില് ഇപ്പം സുജാത സ്ട്രോങ് ആയി. അതുകൊണ്ട് ഇപ്പം ദിനേശ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പൊ ഈ വ്യത്യാസം ഉണ്ടായിട്ട് എനിക്കറിയാം. നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് പുള്ളിയെ കാണാൻ വന്നു. പുള്ളിയോടൊക്കെ ആപ്പിളൊക്കെ ആയിട്ട് വന്നു. ഞാൻ ആപ്പിളൊക്കെ ഇനി കൊടുത്താ പുള്ളിയോടൊക്കെ പുള്ളി ജോലിക്ക് പോയിരിക്കുക. അപ്പൊ രോഗം പിടിച്ചാക്കിയിട്ട് മരിക്കാൻ കിടക്കാന്നാണ് വിചാരം. അപ്പൊ എന്നെ വിളിച്ചു ചോദിച്ചു വാർത്ത വരും. വിളിച്ചു ചോദിച്ചു ദിനേശ് ചായങ്ങളുണ്ട്. അത് ദിനേശ് എന്താ കുഴപ്പം? ദിനേശിന് കുഴപ്പമില്ല. അപ്പൊ ആൾക്കാർ പറഞ്ഞു കേട്ടപ്പോൾ വരുന്നതാണ്. അപ്പം എനിക്കത് അവിടെ ചെന്ന് ദിനേശിനെ കണ്ടില്ല. ഞാൻ വിളിച്ചു ദിനേശ് അവിടെ പോയിരിക്കുന്നത്. ഞാൻ എന്റെ അടുത്തൊന്നും ഇല്ല. പുള്ളിക്കുള്ള പണി ചെയ്യാൻ പോയിരിക്കുകയാണ്. നമ്മുടെ വന്നാലും ഒരു 1.25 മണിക്കൂറിന്റെ കാര്യമുള്ളൂ. അതിനപ്പുറത്തൊന്നും ആവശ്യമില്ലാന്ന് പറയുമ്പോഴും. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ ഒരു അസുഖം വരാതിരിക്കുകയാണെന്ന്, ചെറിയ അസുഖം ഉണ്ടെങ്കിൽ അത് ബോഡി കാണിക്കുന്ന സിംറ്റംസ് ഒരു മെസ്സേജ്. സുജാതയുടെ എന്തായിരുന്നു അസുഖം, എന്താണ്? അല്ല, പ്രത്യേകിച്ച് അസുഖത്തിന് പേരൊന്നുമില്ല. ശരീരത്തിന്റെ ഫൈബ്രോമയാൽജിയ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അതിന്റെ ഒരു മാക്സിമം ലെവലിലേക്ക് ഒന്ന് വരുന്നതിന് മുമ്പ് തന്നെ നിസ്സാരമായിട്ട് നമുക്കത് വേറെ വലിയ ട്രീറ്റ്മെന്റുകളൊന്നും ചെയ്യാൻ പറ്റും. മാത്രമല്ല ഡോക്ടർ എഴുതിയ പുസ്തകം എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി ലോകത്തിന് എല്ലാവരും നന്നായിട്ട് അറിയാം. ആ പുസ്തകം ഇവിടെ കിട്ടും ഡോക്ടറെ. പുസ്തകം ഇപ്പൊ ശരിക്കും അത് ഓതേഴ്സ് പ്രസ് എന്ന് പറഞ്ഞവരാണ് അത് പബ്ലിഷ് ചെയ്തത്. ഡൽഹിയിലുള്ള ഒരു ഗ്രൂപ്പാണ്. ഇംഗ്ലീഷിലായിരുന്നു. അതിപ്പം ഞങ്ങൾ തന്നെ മേടിച്ച് നമ്മളിവിടെ തന്നെ കൊടുക്കുകയാണ്. ഇവിടെ ബന്ധപ്പെട്ടാൽ കിട്ടും. ആ പുസ്തകം ഇവിടെ കിട്ടും. അപ്പൊ ഇവിടുത്തെ ഈ നമ്പറിലെല്ലാം വിളിച്ചാൽ ഇവിടെ ചോദിച്ചാൽ കിട്ടും. അപ്പൊ നമുക്ക് ഇവരിലേക്ക് കൊടുത്തിട്ട് വൈഫിന് കൊടുക്കും. അതാണ് ഇന്നത്തെ. അപ്പൊ ഇന്നത്തെ വാലന്റൈൻസ് ഡേയിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, ഡോക്ടർ ശ്രീകുമാറിനടുത്ത് ചികിത്സ തേടി അസുഖം മാറിയുള്ള ഒരു കപ്പിളാണ് നമ്മുടെ മുന്നിലുള്ളത്. പേര് ദിനേശ് വാര്യർ. അപ്പോൾ ഇന്നത്തെ വാലന്റൈൻസ് ഡേയിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. ഇപ്പം സ്നേഹം പങ്കിടുന്ന നിമിഷങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എവിടെയാണ് വീട്? ശരി, ഞങ്ങൾ താമസിക്കുന്നത് തൃപ്പൂണിത്തുറയാണ്. ജോലി ഞാൻ കുറെ നാളെ മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് മാർക്കറ്റിംഗ് കമ്പനി നടത്തും, ബ്രോക്കിംഗ് ഫേം. ഇപ്പം ഫാർമസ്യൂട്ടിക്കൽ നിന്ന് വിട്ട് ഇൻഷുറൻസ് കമ്പനി നടത്തുന്നു. അങ്ങക്ക് എന്തായിരുന്നു അസുഖം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറഞ്ഞ ക്യാൻസറിന്റെ ഒരുപാട് പേര്. അത് ഈ തൊണ്ടയിൽ വരുന്ന ആ അസുഖം. തൊണ്ട തൊട്ട് ഇതുവരെ ഇങ്ങനത്തെ ഏരിയയിലാണ് സാധാരണ ആളുകൾക്ക് വരാറുള്ളത്. ഭക്ഷണം കഴിക്കാനൊന്നും പറ്റാത്ത അവസ്ഥ വരും. അതൊക്കെ വളരെ അഡ്വാൻസ് സ്റ്റേജ് ആയാൽ മാത്രമേ ഉള്ളൂ. തുടക്കത്തിലാണ് ഞാൻ വളരെ തുടക്കത്തിൽ തന്നെ ദൈവത്തിന്റെ കൃപ കൊണ്ടായിരിക്കാം ഞാൻ ആ സമയത്ത് ഓൾറെഡി ഡോക്ടർ ശ്രീകുമാറിന്റെ അടുത്ത് ഈ ന്യൂട്രീഷൻ മെഡിസിൻ ഹെൽത്ത് ഇംപ്രൂവ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് ഈ അസുഖം കണ്ടുപിടിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുള്ളി പറഞ്ഞ പ്രിപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് അന്ന് ഈ കുറച്ച് സ്മോക്കിങ്ങിന്റെ ധാരാളം സിഗരറ്റ് വലിക്കുമായിരുന്നു. അപ്പൊ അത് നിർത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ സപ്ലിമെന്റ്സ് എടുക്കുക എന്നുള്ളത് ഈ ടോക്സിൻസ് ബോഡിയിൽ നിന്ന് കളയാനായിട്ട്. അങ്ങനെ ഡോക്ടർ ശ്രീകുമാർ എന്റെ പഴയ ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഇതൊന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ദേഹം എന്ന് പറഞ്ഞപ്പോൾ എന്നാ നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ന്യൂട്രീഷൻ പ്രോഗ്രാം തുടങ്ങി. ആ സമയത്താണ് ഈ ഒരു ഉണര് പോലെ ചെറിയൊരു ഇത്. അപ്പൊ ഈ സ്മോക്കിംഗ് ഉള്ളവർക്കിടയ്ക്ക് ഈ തൊട്ടയ്ക്ക് വേദന വരും, ടോൺസിൽസിന്റെ കംപ്ലൈന്റ് വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് കണ്ടപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു. വേറൊരു ഡോക്ടർക്ക് പോകേണ്ട ആവശ്യമില്ല. ഡോക്ടർ ENT സ്പെഷ്യലൈസ്ഡ് ആണ്. ഇപ്പോൾ ന്യൂട്രീഷനാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിലും അദ്ദേഹത്തിനെ കാണിച്ചു. പുള്ളി പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ ഒരു അൾസറിക് അപ്പിയറൻസ് ആണ്. ആകെ ഒരു മുഖക്കുരുവിന്റെ അത്ര ഉണ്ടായിരുന്നുള്ളത്. ടോൺസിൽസിന്റെ ആ ഭാഗത്താണ് അത് വന്നത്. അൾസറിക് ആവാം, നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. കുറച്ച് നാൾ എന്തായാലും ഈ പ്രിപ്പറേറ്ററി ട്രീറ്റ്മെന്റ് പോലെ എന്റെ ഇത് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ന്യൂട്രീഷൻ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തു. ഇതിന്റെ കൂടെ ഈ ഗാർഗിളിങ്ങും ENT പറഞ്ഞാലാവുന്ന അതൊക്കെ ചെയ്തു. 2-3 മാസം അങ്ങനെ കടന്നുപോയി. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഈ സാധനം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് പോയി മറിഞ്ഞു പോയില്ല, തിരിഞ്ഞു പോയില്ല, കൊഴിഞ്ഞു പോയില്ല. അപ്പൊ ഡോക്ടർ കമ്പനി സംശയം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഉടനെ ഇപ്പൊ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് പോയിട്ട് സെക്ഷൻ എടുക്കാൻ പറഞ്ഞു. ഈ ഡു സർജറി ആണ്. അതായത് പുള്ളിയെടുത്ത് എക്യുപ്മെന്റ്സ് ഒന്നുമില്ല. അപ്പൊ പുള്ളിയുടെ ഒരു ഫ്രണ്ട് ENTനെ അടുത്തേക്ക് വിട്ട് സെക്ഷൻ എടുപ്പിച്ച് ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിക്ക് അയച്ചപ്പോൾ സ്ക്വാമസ് സെൽ
പ്രൈമറി സ്റ്റേജ്. വളരെ പ്രൈമറി സ്റ്റേജ് ആയതുകൊണ്ടും ഞാൻ ഈ ന്യൂട്രീഷൻ മെഡിസിൻ ഒക്കെ എടുക്കുന്നതുകൊണ്ടും എനിക്കൊരു മേൽ ട്രീറ്റ്മെന്റിന് പോകാനായിട്ടൊരു മനസ്സുകൊണ്ടൊരു അസ്കിലുണ്ടായിരുന്നു. കാരണം എൻ്റെ 1-2 ക്ലോസ് റിലേറ്റീവ്സ് വളരെ മോശമായ, വളരെ ചെറിയ ഇതേപോലെ ക്യാൻസർ സെക്കൻഡ് സ്റ്റേജായി കണ്ടുപിടിച്ചപ്പോഴെങ്കിലും കീമോതെറാപ്പിയുടെ ഹൈ ഓവർ ഡോസ് കൊണ്ട് ആൾക്കാരാണ്. ക്യാൻസർ അങ്ങനെയാണല്ലോ, എടുത്താലും അങ്ങനെയാണ് കണ്ടേ. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു റിസർവേഷൻ ഉണ്ടായിരുന്നു, ആവശ്യമില്ലാതെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിൽ ഒരു റിസർവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ഈ പറഞ്ഞ പോലെ ഡോക്ടറെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ വൈഫും സാധാരണ നിലയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കൂടുതൽ ഒരു അപ്സെറ്റ് ആവും. അതാണ് കൂടുതൽ പേഷ്യന്റിനെ കോൺഫിഡൻസിൽ ആക്കുക അല്ലെങ്കിൽ പേടിപ്പിക്കുകയൊക്കെ ചെയ്യാം. ഭാഗ്യവശാൽ വൈഫ് അത്യാവശ്യം എക്സ്പോഷറിൽ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എഡിറ്ററൊക്കെ ആയിരുന്ന ആളായതുകൊണ്ട് മെഡിക്കൽ എക്സ്പോഷർ ഞാൻ മെഡിക്കൽ ഫീൽഡിൽ ചെയ്ത പോലെ ഉണ്ടായിരുന്ന പോലെ തന്നെ എക്സ്പോഷറും പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡോക്ടർ ശ്രീകുമാർ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ റെഗുലറായിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള അഡ്വൈസുകൾ, അതായത് ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് അഡ്വൈസുകൾ പുള്ളിയായ അലോപ്പതി ഫിസിഷ്യനായിട്ടല്ല ഞങ്ങൾ കാണാറുള്ളത്, ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട്. അപ്പൊ ആ കാരണം കൊണ്ട് തന്നെ എനിക്ക് നല്ല സപ്പോർട്ട് വീട്ടിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പതറിയില്ല. ബേസിക്കലി താമസിക്കുന്നത് തിരുവനന്തപുരമാണ് താമസിക്കുന്നത്. പതറിയില്ല എന്ന് മാത്രമല്ല, ഞാനീ പറഞ്ഞ പോലെ എനിക്ക് അപ്പം ഇവിടെയുള്ള 2-3 സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളിൽ പോകാൻ എനിക്ക് യാതൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടുന്ന് അമല ഹോസ്പിറ്റലിൽ പോയി ഇതിനെ ഫോളോ അപ്പ് ചെയ്യും. അമല ഹോസ്പിറ്റലിൽ പോയപ്പം ആകെ എന്റെ കയ്യിലുണ്ടായിരുന്നു, കാരണം ഇവിടെ ഒരു ഫോർമൽ ഹോസ്പിറ്റലൈസേഷൻ പ്രൊസീജിയർ അല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ എനിക്കൊരു കേസ് ഷീറ്റ് ഒന്നും പ്രിപ്പയർ ചെയ്തിരുന്നില്ല ഒരു സാധാരണ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന പോലെ. അപ്പൊ അവിടെ പോയപ്പോ A to Z ബേസിക് ടെസ്റ്റുകൾ തൊട്ട് എല്ലാം അവർ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മളൊരു സ്ക്രീനിങ് എന്ന് പറയും, ഇനീഷ്യൽ സ്ക്രീനിങ് എന്ന് പറയും, ബ്ലഡ് അങ്ങനത്തെ യൂറിൻ അങ്ങനത്തെ. ആ ടെസ്റ്റിന്റെ എല്ലാ റിപ്പോർട്ടും നോർമലായിരുന്നു. അതിലൊന്നിലും ഒരു ഇൻഫെക്ഷൻ ഉള്ളതായിട്ടോ ഒരു ഗ്രോത്ത് ഉള്ള എന്റെ ഇൻഡിക്കേഷൻ ഒന്നും ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. ആകെയുള്ളൊരു തുണ്ടെന്ന് പറയുന്നത് നമുക്ക് ഈ ബയോപ്സിയിൽ പോസിറ്റീവ് കണ്ടു എന്നുള്ളത് മാത്രമേ. അപ്പൊ അവർ പറഞ്ഞു അത് പോരാ, നമുക്കൊരു സ്കാൻ കൂടി ചെയ്യാൻ പറഞ്ഞു. പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞൊരു സാധനമാണ്. പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞു അത് ടോട്ടൽ ബോഡി, അതിൽ എന്തെങ്കിലും ഗ്രോത്തിൽ എവിടെയെങ്കിലും ഡാൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കും. അപ്പൊ അത് ചെയ്യാന്ന് പറഞ്ഞ ഷെഡ്യൂൾ, അതിലും അബ്നോർമലായിട്ട് ഒന്നും കണ്ടില്ല. ഇവിടെ ആ മുറിച്ചതിന്റെ സെക്ഷൻ എടുത്തേക്ക് ഒരു പാച്ചി ഒരു അപ്പിയറൻസ് അല്ലാതെ വേറെ ഒന്നും അവിടെ കണ്ടില്ല. പക്ഷെ അപ്പോഴവര് പറഞ്ഞു എന്തായാലും ഇതിങ്ങനെ ബയോപ്സി റിസൾട്ട് പോസിറ്റീവ് ആയതായിരുന്നു, നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. സർജിക്കലി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു സെൻസിറ്റീവ് ഏരിയ ആണ്. അതുകൊണ്ട് റേഡിയേഷൻ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. റേഡിയേഷൻ എടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ചെറിയ അസുഖത്തിനും വലിയ അസുഖത്തിന് കൊടുക്കുന്ന അതേ റേഡിയേഷൻ ഫുൾ ഡോസ് ഈ ചെറുതിനും നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞു. അതാണ് എനിക്ക് തീരെ യോജിക്കാൻ പറ്റാത്തൊരു സാധനം ഉണ്ടായിരുന്നത്. ഞാൻ ചോദിച്ചു എന്തിനാ ഇത്രയധികം റേഡിയേഷൻ ഒരു ചെറിയ സാധനങ്ങളാണ്. അപ്പൊ അവർ പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് എഴുതി തന്ന പുസ്തകത്തിൽ പോകാൻ ഞങ്ങൾക്ക് അതേപോലെ ചെയ്തേ പറ്റൂ, പ്രോട്ടോകോൾ ഞങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ തീരെ യോജിക്കാത്തൊരു കാര്യം. ഞാൻ മെഡിക്കൽ ഫീൽഡിൽ 18 കൊല്ലമുണ്ടായിരുന്ന അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്ത ആളാണ്. നമുക്കറിയാം അവരുടെ സൈക്ക് എന്താണെന്ന്. എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഡോക്ടർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് വേണമെന്ന് പറയാൻ വയ്യ, വേണ്ടെന്ന് പറയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഡോക്ടർമാർ. അപ്പൊ ഞാനിങ്ങനെ ഡോക്ടറുടെ ഈ IV അല്ലെങ്കിൽ നമ്മുടെ ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിൽ ഫുൾ ഫോക്കസ് ചെയ്ത് അത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഡോക്ടർ ഒരു ദിവസം പറഞ്ഞു, ദിനേശ് ഇങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന നാളെ നമ്മൾ റെക്കറക്ട് ചെയ്യാനായിട്ടൊരു അവസരം ഉണ്ടാകും. ഒന്നുമില്ലെങ്കിൽ അത് തന്നെ പോകണം. അത് പോവാത്ത അവസ്ഥയ്ക്ക് എന്താ ഗ്രോ ചെയ്യൊന്നുമില്ല, ഇത് വഷളാവുന്നില്ല, ഇത് കൂടുന്നില്ല, ഒന്നുമില്ല. അപ്പൊ ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ അത് ഒട്ടും ഗ്രോ ചെയ്യാത്തത്. അതായത് എനിക്കുള്ള കോൺഫിഡൻസ് തന്നെ പോകുന്നുള്ളത്. പക്ഷെ അത് പോവാത്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കണ്ട, നമുക്കത് പോസിറ്റീവായിട്ട് കാണാം. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഫേമസ് ഒരു ഹെഡ് ആൻഡ് നെക്ക് സർജൻ ഉണ്ട്, ഡോക്ടർ അയ്യർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിനെ കൂടി ഒന്ന് കാണിക്കാം. അപ്പൊ ഈ ഡോക്ടർ ക്ലാസ്മേറ്റ് ആയിട്ട് കൂടി റെഫർ ചെയ്തിട്ട് ഞാൻ അദ്ദേഹത്തിനെ കാണിച്ചു. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു കണ്ടാൽ കുഴപ്പമൊന്നും കാണുന്നില്ല,
പക്ഷെ അവിടെ സ്കൂപ്പ് ചെയ്യാൻ പറ്റില്ല. സ്കൂപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂഴ്ന്നെടുക്കണം. ഇപ്പൊ ക്യാൻസറസ് ആണെങ്കിൽ ചൂഴ്ന്നെടുക്കണം, എന്നാലേ അതിന് ഗുണമുള്ളൂ. കാരണം മൂൾഭാഗം ചെത്തി കളഞ്ഞത് കാര്യമില്ല. പുള്ളിക്കാരൻ പറഞ്ഞു ക്യാൻസറസ് ഇപ്പോഴും ട്രേസ് ഉണ്ടെങ്കിൽ, ക്യാൻസറിന്റെ ട്രേസ് ഇപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ സ്കൂപ്പ് ചെയ്യില്ല, അന്നേരം റേഡിയേഷൻ തന്നെ ചെയ്യണം. ക്യാൻസറസ് അല്ലെങ്കിൽ മൂൾഭാഗം വൃത്തിയാക്കി തരാം. ഇപ്പൊ സ്കൂപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നിർഭാഗ്യവശാൽ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ വീണ്ടും സാമ്പിൾ എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ ക്യാൻസറിന്റെ ട്രേസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ പിടിച്ച് കൂട്ടിലിട്ട പോലെ നേരെ എന്നെ എടുത്ത് റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കൈമാറി. എഗൻസ്റ്റ് മൈ വിഷ് ആണ് സത്യത്തിൽ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ മാനസികമായ താല്പര്യം അതിനെപ്പറ്റി അറിയുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ഡോക്ടറോട് ആർഗ്യൂ ചെയ്തു, എന്തിനു 33 സിറ്റിംഗ്, 3-4 സിറ്റിംഗ് കൊണ്ട് തീരാവുന്ന കാര്യമില്ലേ ഉള്ളൂ ഇത്. അപ്പൊ അവർ വീണ്ടും പ്രോട്ടോകോളിന്റെ കംപ്ലൈന്റ് പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഇതാണ് ഞങ്ങളുടെ പ്രോട്ടോകോൾ, അത് കുറച്ച് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദിനേശ് ഇപ്പൊ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന കാരണം ദിനേശിനെ എഫക്ട് ചെയ്യില്ല എന്നുള്ളൊരു ആർഗ്യുമെന്റ്, അത് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തല്ല. അങ്ങനെ തല കൊടുത്തു എന്ന് വേണം സത്യത്തിൽ പറയാനായിട്ട്. പക്ഷെ ഈ 33 റേഡിയേഷനാണ് എന്നെ കുഴപ്പമില്ലാക്കിയത്. റേഡിയേഷന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ദാരുണമായിരുന്നു. ഇവിടെ മുഴുവൻ വെന്ത് കഴിഞ്ഞ് മായ മുഴുവൻ വെന്ത്. ഭാഗ്യത്തിന് ഈ പ്രിപ്പറേഷൻ ഡോക്ടറുടെ സഹായത്തോടുകൂടി നല്ലോണം ചെയ്തത് കാരണം മനസ്സുകൊണ്ടും ഞാൻ വളരെ പേടിക്കാത്ത, പൊതുവെ അങ്ങനെ പേടിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളല്ല ഞാൻ. പിന്നെ ഇങ്ങനത്തെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്ന പേടി ഉണ്ടായിരുന്നില്ല. നോയ്സൻസ്, ഈ ബുദ്ധിമുട്ടിട്ടില്ല, അതും സാധാരണ ആൾക്കാർക്ക് എഫക്ട് ചെയ്യുന്ന അത്ര എന്നെ എഫക്ട് ചെയ്തില്ല. കാരണം ഈ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തതുകൊണ്ട് ഞങ്ങൾ വൈറ്റമിൻ സി ഒക്കെ ധാരാളം കണ്ടിന്യൂസ് ആയിട്ട് ഡോസ് എടുത്തുകൊണ്ടും ഹെൽത്ത് ജനറലി സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം ഒഴിച്ച് അതർവൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലോണം ആരോഗ്യവാനായിട്ട് ഇരിക്കണമെന്നുണ്ടായിരുന്നു. ഇതൊരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് മാത്രമേ പറയാനുള്ളൂ. അതർവൈസ് ഇത് സംബന്ധമായിട്ട് ഹെൽത്ത് വൈസ് ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കുന്നതാണ് തന്നെ. ഞാനൊക്കെ അത്യാവശ്യം വ്യായാമമൊക്കെ എടുക്കുന്ന ആളാണ്. അതിന്റെ കൂടെ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു, അന്ന് റിക്കവർ ചെയ്തു. അപ്പൊ ആ സമയത്താണ് ഇതുണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പേടിയില്ലായിരുന്നില്ല. പക്ഷെ ഡോക്ടേഴ്സ് വളരെ കൺസേൺ ആയിരുന്നു. കാരണം ഈ 33 റേഡിയേഷൻ ചെയ്താൽ നമ്മൾ ഇവിടെ മുഴുവൻ പേര് എന്ന് പറയുമ്പോൾ ട്യൂബ് ഇറക്കണം, അല്ലെങ്കിൽ ഇവിടെ ട്യൂബ് ഇറക്കണം, ഫുഡ് കഴിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറെ അസോസിയേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അതിന് ബേണിങ് ഭയങ്കര കൂടുതലാണ്, തോന്നിട്ട് പോകും, മുടി കുറെ കൊടുക്കും. കെമോ പോലെയല്ല, കെമോയുടെ അത്ര ദൂഷ്യം ചെയ്യില്ല. പക്ഷെ ഇത് ഏത് ഭാഗത്താണോ ഇതിന്റെ മുഴുവനായിട്ട് കരിഞ്ഞ് പോകും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ഡോക്ടേഴ്സ് കൺസൾട്ട് ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ട്യൂബ് ഇടില്ല, മൂക്കിലും ഇടില്ല, വയറിലും ഇടില്ല. അതേപോലെ പെയിൻ കില്ലേഴ്സ് ധാരാളം കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ സ്റ്റേജിൽ മോർഫിൻ എന്ന് പറഞ്ഞ മരുന്ന് വരെ ആൾക്കാർ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഞാൻ അത് ചെയ്യില്ല. അതൊക്കെ ഞാൻ ഒപ്പം ഡോക്ടർ പറഞ്ഞു വേഗം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട ഡോക്ടർ, രാവിലെ പോയി വന്ന് ഒരു ക്രോഷൻ കഴിക്കും, ഒരു തോളോ കഴിക്കും. കാരണം അതാ ഒരു റേഡിയേഷൻ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ ഒരു നോയ്സൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിൽ ഒരു ട്യൂബ്, ഒരു ബ്രീത്തിങ്ങിന് വേണ്ടി ഒരു ബോട്ടിലും മാസ്ക് വെച്ച് മോഡ് സെറ്റ് ചെയ്യും. അതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ള 5 മിനിറ്റ് നമ്മൾ സെറ്റിലാണ് പോകാൻ നോസിയേറ്റഡ് ആവും. അതിൻ്റെ ഒരു തലവേദന ഇത് കഴിഞ്ഞ് പുറത്തേക്ക്. അതിനു വേണ്ടി ഉപയോഗിക്കുന്നുള്ളത് മെഡിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ അസുഖത്തിന് എടുത്തിട്ടില്ല. ഒരു മെഡിക്കേഷൻ ഈ തലവേദനയ്ക്കുള്ള ഒരു ക്രോഷൻ അല്ലെങ്കിൽ ഒരു ഡോളോ കഴിക്കണതല്ലാതെ. അപ്പൊ അവരുടെ കണക്കുപ്രകാരം ഡോളോ 4 വരെ ഒരു ദിവസം കഴിച്ചിട്ട് വേദന കുറഞ്ഞില്ലെങ്കിൽ പിന്നെ അടുത്തത് അങ്ങനെ അതുവരെ പിന്നെ ട്യൂബ് ഇടാം. ഞാൻ ട്യൂബ് ഇട്ടില്ല. ഭക്ഷണത്തിന്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു തമ്മിൽ ഡോക്ടറുടെ കൺസൾട്ടേഷനോട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് ഫുഡ് കഴിക്കാന്നുള്ള ഡോക്ടർ പറഞ്ഞു. ഇത് സാധാരണ ക്യാൻസർ വന്നവരെ ആദ്യം കൊണ്ട് ഡയറ്റീഷ്യൻ്റെ അടുത്ത് കൊടുക്കുന്നത് ആശുപത്രിക്കാർ. ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് വലിയ വലിയ കമ്പനികൾ അഡ്വർടൈസ് ചെയ്യുന്ന കൊഴുപ്പും ഷുഗറും ധാരാളം കൂട്ടാൻ സാധ്യതയുള്ള ആ സാധനങ്ങൾ അടിച്ച് കുടിച്ചോളാനാണ് ഈ പറയുന്നത്. അങ്ങനെ അടിച്ചു കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ദഹനം കുളമാവും.
എന്റെ 2 അളിയന്മാർ മരിച്ചത് ഇതേപോലത്തെ അസുഖം കുറെ കൂടി താഴ്ത്തു വന്ന് ഈ കെമോ ഈ അടിച്ചു കൊടുക്കൽ കൂടിയിട്ട് ശരിയാവാണ്ട് ഒന്നും കഴിക്കാണ്ടായിട്ട് അങ്ങനെയാണത് ഒരു അസുഖത്തിന് വേണ്ടി ചെയ്യുന്നത് വേറെ അസുഖമായി മാറുന്നത്. അപ്പൊ അത് കണ്ട് ഇതുകൊണ്ടും ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഡയറ്റീഷ്യൻ മണ്ണൂർ സാധനം കഴിക്കില്ല. അപ്പൊ അതിനവർക്ക് ഇത്തിരി പരിഭവമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു അത് പരിഭവിച്ചിട്ട് കാര്യമില്ല, എന്റെ അല്ലേ ആരോഗ്യം, ഞാനല്ലേ നോക്കാം. അത് നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചു, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഉപയോഗിച്ചത്. മുളക് തട്ടാൻ പറ്റില്ല, മുഴുവൻ വെന്തിരിക്കുകയായിരുന്നു. അപ്പൊ ലിക്വിഡ് ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കഞ്ഞി അങ്ങനത്തെ സാധനങ്ങൾ വെച്ച് മാനേജ് ചെയ്തു. പക്ഷെ ഞാൻ ഇറക്കി തന്നെ കോഴ്സ് കഴിഞ്ഞ് റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങുന്നത് വരെയും ഒരു ട്യൂബും ഒന്നും ഇടാതെ ഇറക്കി തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ട്യൂബ് ഇല്ലാന്നൊരു തീരുമാനം കൊണ്ടാണ്. പിന്നെ അങ്ങനെ ഒരു രോഗിയാവണ്ട എന്നുള്ള അത്യാവശ്യം മുഴുവൻ വെന്ത് പുറത്ത് കിടക്കാൻ കൊള്ളാത്തത് വരെ ഞാൻ ഓഫീസിൽ പോയിരുന്നു. കാരണം രാവിലെ 7 മണിക്ക് ഞങ്ങൾ റെഡി, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യണം. ഞങ്ങൾ 2 പേരും കൂടി കൂടുതലാളെ ഇരുത്തും. ഞങ്ങൾ 2 പേരും കൂടി പോയി ഡ്രൈവ് ചെയ്ത് റേഡിയേഷൻ കഴിഞ്ഞ് തിരിച്ചു വരും. ഞാൻ റെഡി ഓഫീസിൽ പോകും. അങ്ങനെ ഒരു 2 ആഴ്ച 3 ആഴ്ച വരെ കൊണ്ടാണ്. പിന്നീടാണ് ഫുൾ അതിന്റെ ബാലൻസ് കണ്ടു. പുറത്തേക്കൊട്ട് അതായത് ആൾക്കാർ കണ്ടാൽ പേടിക്കുന്നുള്ള കാരണം എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 ആഴ്ച വീട്ടിലുണ്ട്. അത് കഴിഞ്ഞ വീട്ടിൽ ഞാൻ ഓഫീസിൽ തുടങ്ങി. പക്ഷെ ക്ലയൻസിനെ കാണാൻ പോയില്ല, അല്ലെങ്കിൽ പുറത്ത് പോയില്ല എന്നല്ലാതെ. അതർവൈസ് കാരണം ഞാൻ വീട്ടിലിരുന്ന് രോഗിയാവാൻ എനിക്ക് താല്പര്യമില്ല. ഈ റേഡിയേഷൻ കൊണ്ടാണോ അതല്ല ന്യൂട്രീഷൻ ചികിത്സ കൊണ്ടാണോ അങ്ങയുടെ അസുഖം പൂർണ്ണമായി മാറി? അത് കത്തിച്ച് കളയാനായിട്ട് റേഡിയേഷൻ വേണ്ടി വരും. അതായത് തന്നെ ഒഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇതൊരു ഒരു ഒരു സെൽ അവിടെ ഒരു ആവശ്യമില്ലാത്തൊരു ഗ്രോത്ത് വളർന്ന ഒരു ദശ അവിടെ നിൽക്കുകയാണ്. അത് ആ ചെറിയ സ്റ്റേജിലാണെങ്കിലും ഫർദറായിട്ട് അത് വളരെ ഒന്നും ചെയ്യുന്നില്ല. അതായത് ന്യൂട്രീഷൻ ട്രീറ്റ്മെന്റിന്റെയും ഒക്കെ ഭാഗമായിട്ടാണ് അത് പ്രോബ്ലി വളരാതിരുന്നത്. പക്ഷെ അത് കൊഴിഞ്ഞു പോയില്ല തന്നെ. ആ കൊഴിഞ്ഞു പോകാനായിട്ട് റേഡിയേഷൻ തന്നെ വേണ്ടി വരും. അപ്പൊ റേഡിയേഷൻ എടുക്കേണ്ടി വന്നത് നമുക്ക് പ്രശ്നമുണ്ടായിരുന്നു. അതെ, പക്ഷേ 3-ാമത്തെ ദിവസം റേഡിയേഷൻ തുടങ്ങി 3-ാമത്തെ ദിവസം കഴിയുമ്പോഴേക്കും ഇത് കൊഴിഞ്ഞു പോയി എന്നുള്ളതാണ്. പിന്നെ 30 റേഡിയേഷൻ എന്തിനെടുത്തു എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഇപ്പോഴും ആ ഉത്തരം തന്നിട്ടില്ല. മെഡിക്കൽ പാറ്റേണിന്റെ കാര്യം അങ്ങ് മെഡിക്കൽ മേഖലയിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടായി, ന്യൂട്രീഷൻ ചികിത്സയെ കുറിച്ച് പഠിച്ച് അതോടൊപ്പം താങ്കൾ ക്യാൻസർ വന്നപ്പോൾ കൃത്യമായി ചികിത്സ തേടി വിജയിച്ചുള്ളതാണ്. അതിനുശേഷം താങ്കൾക്ക് എത്ര കാലമായി ഇത് കഴിഞ്ഞിട്ടുണ്ടായിട്ട്? 2015 സെപ്റ്റംബർ ട്രീറ്റ്മെന്റ്. അപ്പൊ 9 വർഷം കഴിഞ്ഞായി. അങ്ങേക്ക് അതിനുശേഷം ക്യാൻസറിന്റെ അസുഖങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ഇത് പൂർണ്ണമായ ന്യൂട്രീഷൻ ചികിത്സയുടെ വിജയമായി അങ്ങേക്ക് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം എന്റെ ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ ആ സമ്പ്രദായമാണ് സഹായിച്ചത്. അതൊരു അലോപ്പതി ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അവരുടെ ഈ രോഗത്തിന് ഡോക്ടർ നേരത്തെ പറഞ്ഞില്ല, രോഗത്തിനുള്ള ചികിത്സയില്ല. അവിടെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു പരിപാടി അലോപ്പതി എന്ന് പറയുന്ന സിസ്റ്റത്തിനില്ല. ആയുർവേദത്തിലുണ്ട്. അലോപ്പതി എന്ന് പറയുന്ന സിസ്റ്റത്തില് നമ്മൾ അസുഖം ആദ്യം ബ്രാൻഡ് ചെയ്യണം, അസുഖമാണെന്ന് സ്ഥിരീകരിക്കണം, എന്നിട്ട് ആ അസുഖത്തിനുള്ള മരുന്ന് കൊടുക്കണം. ഇതാണ് അലോപ്പതി അപ്രോച്ച്. അല്ലാണ്ട് ആരോഗ്യം ഇംപ്രൂവ് ചെയ്യുക എന്നൊരു പ്രോഗ്രാം അലോപ്പതിയിലില്ല. അലോപ്പതി ബ്രാൻഡ് ഓഫ് മെഡിസിൻ അസുഖത്തെ ചികിത്സിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. റേഡിയേഷന്റെ തീക്ഷ്ണമായ അനുഭവങ്ങളാണ് താങ്കൾ പറഞ്ഞത്. ക്യാൻസർ ബാധിച്ച രോഗികൾക്ക് ന്യൂട്രീഷൻ ചികിത്സയ്ക്ക് വരാൻ പറ്റുമോ? താങ്കളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും വരാൻ പറ്റും. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ ദേഹത്തിന്റെ ആരോഗ്യസേവ അഥവാ നമ്മൾ ബാലൻസ് എന്ന് പറയും. ആയുർവേദത്തിൽ നമ്മൾ പറയുന്ന ഒരു ഘട്ടമുണ്ടല്ലേ, ഈ വാദം പിത്തം കഫം, ഈ 3 പ്രകൃതിയാണ് ദേഹം എന്ന് പറയുന്നത്. അതിന്റെ ബാലൻസ് ആണ് നമ്മുടെ ആരോഗ്യം എന്നാണ് പറയുന്നത്. ഈ ബാലൻസ് എന്ന് പറയുന്നത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് ദേഹത്ത് ഭക്ഷണത്തിന്റെ കൂടെ കിട്ടണം. ഇപ്പോഴത്തെ കാലത്തെ ഭക്ഷണ രീതിയിൽ പണ്ടത്തെ പോലെയല്ല, അതുകൊണ്ട് അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ട് നമുക്ക് ആ ന്യൂട്രീഷൻ ഇപ്പൊ ഡോക്ടർക്ക് ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്ന കുറെ ഗുളിക കഴിച്ചിട്ടല്ല. ന്യൂട്രീഷൻ തെറപ്പി എന്ന് പറഞ്ഞാൽ കുറെ ഗുളിക കഴിക്കാന്നല്ല. അങ്ങനെ ഒരു അർത്ഥമില്ല. ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഫുഡ് സപ്ലിമെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അത് കോൺഷ്യസ് ആയിട്ട്
നമ്മുടെ ദേഹത്തിന് ചേരണം. ഇപ്പം ഡോക്ടർ എഴുതുമ്പോ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പല സമയത്തും പല ട്രയൽ ഞങ്ങൾ എടുത്തു. ഡോക്ടർ ജനറലി പറയുന്നത് കഴിച്ചു നോക്കുമ്പോൾ അത് ചിലപ്പോൾ എനിക്ക് ചേരില്ല. അപ്പൊ ഡോക്ടറോട് പറയുന്നത് എനിക്ക് ഫുള്ളായിട്ട് വരും. അപ്പൊ പുള്ളി പറയുന്നത് കട്ട് ചെയ്തു, വേറൊരു തരത്തില്ല. ബാലൻസ് കണ്ടുപിടിക്കണമല്ലോ. ആ ബാലൻസ് കണ്ടുപിടിച്ചിട്ട് വേണമല്ലോ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് എല്ലാവരുടെയും ദേഹസ്ഥിതി ഒരുപോലെയല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പൊ ആ ബാലൻസ് വന്നു കഴിഞ്ഞാല് അപ്പൊ അതിന് വേണ്ട ന്യൂട്രീഷൻ നമ്മൾ ദേഹത്തിലേക്ക് കൊടുക്കണമല്ലോ. അപ്പൊ നമ്മളിതിൽ എന്താ ചെയ്യുന്നത്? ഈ അസുഖം മരുന്ന് കഴിച്ച് ഭേദമാക്കുക എന്നുള്ള ആ അപ്രോച്ചിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള അതിന് നമ്മൾ വെയിറ്റേജ് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കണം. ബേസിക്കലി അത് ഏത് ആൾക്കാർക്കും ഉപയോഗിക്കാതെ, പ്രത്യേകിച്ചും അസുഖമുള്ള ആൾക്കാർക്ക് അത് കൂടുതൽ പ്രാധാന്യമാണ്. കാരണം ദേഹത്തിന് ആ ശക്തി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് ഏൽക്കാനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ദേഹത്തിന് കപ്പാസിറ്റി ഉണ്ടാവും. ആദ്യം ശരീരം മനസ്സും ശരിയാവുക എന്നുള്ളതാണ്. ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ജോലി എന്നാണ് എന്റെ ഒരു മനസ്സിനകത്തുള്ള ചിന്താഗതി. അങ്ങനെയാണ് എന്റെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. രണ്ടുമുണ്ട്. ആ ചിന്താഗതിയിലേക്ക് ഇദ്ദേഹത്തിലേക്ക് ഞാൻ വരില്ലായിരുന്നു. വളരെ സന്തോഷത്തോടെയാണല്ലോ കാണുന്നത്. സന്തോഷമാണ്. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് പൂ വാങ്ങിക്കൊണ്ടാണ് വാലന്റൈൻസ് ആഘോഷിച്ചിരിക്കുന്നത്. സുജാത എന്നാണ് പേര്. എത്ര വർഷമായി മാരേജ് കഴിഞ്ഞിട്ട്? 36 വർഷമായി. തൃപ്പൂണിത്തുറ തന്നെയാണോ വീട്? അല്ല, ഞാൻ തൃശ്ശൂരാണ് എന്നാണ്. ഹസ്ബൻഡ് പാലക്കാട് നിന്നാണ്. ജോലിയായിട്ടാണ് ഞങ്ങൾ എറണാകുളത്ത് വന്നത്. മക്കളൊക്കെ? മക്കള് 2 പെൺമക്കള്, 2 പേരും കല്യാണവും ജോലിയായി. എൻ്റെ കല്യാണവും കഴിഞ്ഞ് 2 പേരും ഡൽഹിയിലും ബാംഗ്ലൂരായിട്ട് സെറ്റിൽഡാണ്. ഹസ്ബൻഡിന്റെ ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പറഞ്ഞു, തീക്ഷ്ണമായ അനുഭവം. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നതും പരിചരിച്ചതും നമ്മളാണ്. എന്തായിരുന്നു അനുഭവം? അത് ഞാനും എൻ്റെ അമ്മയും വളരെ സപ്പോർട്ടീവായിരുന്നു. അതിൽ സത്യം പറഞ്ഞാൽ അത് ഇങ്ങനെ ഇതൊക്കെ ഇപ്പം നല്ല ലാഘവത്തോടു കൂടി പറയുമെങ്കിലും ഇതിനൊരു ധൈര്യം കിട്ടിയത് ഡോക്ടറുടെ സപ്പോർട്ടാണ്. ഈ ഡോക്ടർ അവിടെ നമുക്ക് പരിചയമില്ലായിരുന്നെങ്കിൽ നമുക്കിത് ഈ വഴിക്ക് പോകാനായിട്ട് നമുക്ക് തന്നെ പോകാൻ പറ്റില്ലല്ലോ. അത് ഡോക്ടറുടെ സപ്പോർട്ടാണ് ഇതിൻ്റെ ധൈര്യത്തിൻ്റെ പുറകിലുള്ള ഏറ്റവും വലിയൊരു ശക്തി. അത് തന്നെയാണ് ഈ ഡോക്ടറുടെ പ്രത്യേകത. എന്താണ്? ഡോക്ടർ നമ്മളെ കൺവിൻസ് ചെയ്തിട്ടേ, നമുക്ക് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന് പോകണത്. ഇപ്പോൾ ഈ ദിനേശ് ഇത്രയും പറഞ്ഞത് അതെന്താ വെച്ചാൽ ഒന്ന് അവനവൻ്റെ ഇത് പിന്നെ ഡോക്ടറായിട്ട് ഞങ്ങൾ ഡോക്ടറുടെ എല്ലാ കോൺഫറൻസസും പറ്റിയ എല്ലാം അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊരു പഠനം ആദ്യം തൊട്ടേ ഉണ്ട് ഉള്ളിൽ, മനസ്സിൽ. ഇത് ഒരു ദിവസം പെട്ടെന്ന് അറിയണതല്ല. പിന്നെ ഡോക്ടർ കൺവിൻസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ആത്മവിശ്വാസം ആദ്യം നൽകിയിട്ടാണ്. കീമോ ഇല്ല, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത് എന്തായാലും ഒരു ദിവസം മരിക്കണം, അതിങ്ങനെ കീമോ ഒക്കെ എടുത്ത് ഇങ്ങനെ ആയിട്ട് മരിക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ അനുവാദം മാത്രമേ ഇല്ല നോക്കാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല, വേറെ ആരോടും എനിക്ക് ചോദിക്കാനില്ല. അപ്പോൾ നമുക്കതൊരു വലിയ ക്വസ്റ്റ്യനാണ്. അത് യെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനോടാണ് യെസ് പറയുന്നത്? നോ പറഞ്ഞാൽ എന്തിനോടാണ് നമ്മൾ മരിച്ചോളൂ എന്നാണോ പറയണത്? അസുഖം വന്നോളൂ എന്നാണോ പറയണത്? അറിയില്ല. കീമോ ചെയ്താലും മരിക്കും, കീമോ ചെയ്തില്ലെങ്കിൽ. അതെ, അതാണ് പറഞ്ഞത്. അപ്പോൾ അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡോക്ടറോട് സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. ഡോക്ടറിനെ അന്ന് ഓർമ്മ കാണില്ല. അത് എന്നിട്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് ഡോക്ടർ ഫ്രീ ആയ സമയം ഈ വൈറ്റമിൻ സി ഇൻഫ്യൂഷൻ എടുക്കാൻ പോകുന്ന ദിവസം ഞാനും കൂടെ ചെന്നിട്ട് ഓൾമോസ്റ്റ് ഒരു എൻറ്റയർ ആഫ്റ്റർനൂൺ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചു. എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചു. ഡോക്ടർ അതിന് ഉത്തരമൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇട്ടാണ് ഞാൻ പൂർണ്ണ അറിവ് ഡോക്ടർ തന്നു. അതായത് ഇത് ചെയ്യുന്നതിൽ ഇപ്പം ഞാൻ എന്നോട് യെസ് ഓർ ഞാൻ ചെയ്യാണ്, എൻ്റെ സമ്മതം വേണം എന്ന് പറയുമ്പോൾ ആ സമ്മതം വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് നമുക്കുണ്ടല്ലോ ഒരു ചിന്തയും ഇതൊക്കെ. അതെ. അപ്പോൾ എന്തിനോടാണ് നമ്മൾ യെസ്, എന്തിനോടാണ് നോ പറയുന്നതെന്ന ഇൻഫോംഡ് ആയിട്ട് വേണമല്ലോ പറയാൻ, വെറുതെ പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് സഹായിച്ചത് ഡോക്ടർ തന്നെയാണ്.
ഒരു എൻറ്റയർ ആഫ്റ്റർനൂൺ എന്ന് പറയാം ഇരുന്ന് സംസാരിച്ച് കൺവിൻസ്ഡ് ആയിട്ട് തന്നെയാണ് അതിലേക്ക് അങ്ങനെ ഒരു ഇതെടുത്തത്. അതിനുശേഷം നമുക്ക് എന്തായിരുന്നു അസുഖം? എനിക്കോ? എനിക്ക് അസുഖം എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രിയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യണ ആളായിരുന്നു. നേരത്തെ ജോലി ഉണ്ടായിരുന്നോ? റൈറ്റിംഗ് ഫീൽഡ് തന്നെയായിരുന്നു. എഴുത്തുകാരിയാണ്? ആ. പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്? സ്വന്തമായിട്ട് എഴുതിയത് കവിത പുസ്തകങ്ങളാണ്. പിന്നെ എഡിറ്റിംഗ് ചെയ്യാറുണ്ട്. പിന്നെ ബ്രാൻഡിങ് അങ്ങനത്തെ കമ്പനീസിന് വേണ്ടി നേരത്തെ ചെയ്തിരുന്നു, അന്നൊക്കെ ചെയ്തിരുന്നു, ഇപ്പം ചെയ്യുന്നില്ല. അതുപോലെ പബ്ലിക്കേഷൻസിന് വേണ്ടി എഡിറ്റ് ചെയ്ത് കൊടുക്കൽ, അങ്ങനത്തെ ജോലികളാണ്. എല്ലാം റൈറ്റിംഗ് സംബന്ധമായിട്ടാണ്. കൺസെപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യൽ, സ്റ്റോറി ക്രിയേറ്റ് ചെയ്യൽ. ക്വാളിഫിക്കേഷൻ പഠിച്ചത് ജേർണലിസ്റ്റ് ആണ്. അതെ അതെ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ അമേരിക്കൻ കമ്പനീസിന് വേണ്ടിയിട്ട് എഴുതിക്കുക, അപ്പോൾ രാത്രി ഇരിക്കുക അവരോട് സംസാരിക്കാൻ വേണ്ടി, അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കാതെ ഈ പറയുന്ന അസറ്റ് ക്രിയേറ്റ് ചെയ്തില്ല. ഞാൻ ക്രിയേറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അസറ്റ് കൊണ്ട് കളയുകയും ചെയ്തു, ഈ ഉറക്കമില്ലാതെയും അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ എനിക്ക് അത്ര വലിയ അസുഖം ഉണ്ടായിരുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അത് അസുഖമല്ല എന്നുള്ളത് കൊണ്ടാണ്. അതെ. പക്ഷെ ഞാൻ വന്നത് നല്ല ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് വന്നത്. നല്ല എക്സ്ട്രീം ഫെറ്റീഗായി. പിന്നെ ഇത് തകരാറുകൾ എന്ന് പറഞ്ഞാൽ ഒരു വേദനകൾ അവിടെ ചെറിയ ചെറിയ വേദനകളൊക്കെ. ടെസ്റ്റിലൊന്നും കാണില്ല, നോർമലായിരിക്കും. എല്ലാ ടെസ്റ്റിലും നോർമലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഐ ഡോണ്ട് നോ ഹൗ മോർ നോർമൽ എ പേഴ്സൺ ക്യാൻ ബി എന്നാണ് പറയണത് എൻ്റെ ടെസ്റ്റ് കണ്ട. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എക്സ്ട്രീം ക്ഷീണം. അപ്പോൾ ഒരു ദിവസം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുക ചെയ്തത്, എനിക്ക് ഇങ്ങനെ ഈ വണ്ടി ഓടും തോന്നണില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് ഡോക്ടർ എന്നാൽ വേഗം നമുക്ക് ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ഇരിക്കണതിന് പാക്ക് ചെയ്ത് റെഡിയായ സമയത്താണ് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓടി വീട്ടിൽ പോവുകയാണ് ചെയ്തത്. വീട്ടിൽ പോയിട്ടാണ് അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പറയുമ്പോൾ പിന്നെ അതൊന്നും അല്ല, അത് അസുഖമായിരുന്നില്ല. പിന്നെ ചെറിയ ലൈഫ് സ്റ്റൈൽ ഭക്ഷണം കഴിക്കണ രീതിയിൽ പിന്നെ ആകെ 5-6 സപ്ലിമെന്റ്സ് കഴിച്ചിട്ടു. അത് കുറച്ച് നാൾ കഴിച്ചു. അത് കഴിഞ്ഞ് അത് എന്തായാലും അത്രയായി. എന്തായാലും അതിനുശേഷം യാതൊരു അസുഖങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല? ഇല്ലില്ല. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് സ്വന്തമായിട്ട് അസുഖം, അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ ക്യാൻസർ. ഇതിൽ നിന്ന് മറ്റുള്ള ആളുകളോട്, അതായത് ധാരാളം ആളുകൾ ഇത്തരം രോഗങ്ങൾ കൊണ്ട് കഠിനമായി ബുദ്ധിമുട്ടുന്ന ലോകമാണുള്ളത്, അവരോട് പറയാനുള്ള കാര്യം എന്താണ്? പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഉപദേശം എന്താണ്? ഉപദേശം എന്ന് പറയാനില്ല, സ്വന്തം അനുഭവത്തിനാണല്ലോ പറയുന്നത്. സ്വന്തം അനുഭവത്തെന്ന് പറയാന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മുടെ ഈ റൂട്ട് കോസ്, നമ്മളെല്ലാവരും ഒരുപോലെ അല്ല. ന്യൂട്രീഷൻ ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്കലി നമ്മളെ ഹെൽത്ത്. ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞ പോലെ എൻ്റെ ടെസ്റ്റിൽ എപ്പോഴും നോർമലാണ്. ഞാൻ എൻ്റെ ടെസ്റ്റ് എടുത്ത് എനിക്കൊരു അസുഖം, പക്ഷെ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. ചോദിക്കുന്നത് അതായത് ധാരാളം ക്യാൻസറും അതേപോലെയുള്ള പല രോഗങ്ങളും പെട്ട ആളുകൾക്ക് ഈ ന്യൂട്രീഷൻ ചികിത്സയിലേക്ക് ഈ ഡോക്ടറെ അടുത്തേക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? തീർച്ചയായിട്ടും വരാൻ പറ്റും. കാരണം ഇപ്പൊ എൻ്റെ കാര്യം ഞാനാ പറഞ്ഞത്, എന്തായാലും ടെസ്റ്റിൽ അസുഖം ഇല്ലല്ലോ എനിക്ക്, പക്ഷെ ഞാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ ഈ അസുഖം എന്ന് പറയുന്ന സാധനം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത് മാത്രമല്ല. സോ ദർ ഇസ് സംതിങ് യു നീഡ് ടു ഡു ഇൻസൈഡ് വിച്ച് മേക്സ് യു. പിന്നെ ഈ നമ്മുടെ അസുഖങ്ങൾ പലതും നമ്മൾ യൂസ്ഡ് ആവാണ്, ട്യൂൺഡ് ആവാണ്. നമ്മുടെ നോർമലേ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് അസുഖമൊക്കെ നമുക്ക് നോർമൽ ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറെ കഴിയുമ്പോഴാണ് നമ്മൾ വല്ലാതെ. അപ്പൊ ആദ്യമേ നമ്മൾ ശരിക്കും നോർമലായാൽ ഒന്ന്. പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഈ ധൈര്യവും ഈ ഓഫീസിൽ പോകാൻ പറ്റിയതും ഇങ്ങനെ ഇരുന്നതും എല്ലാം ഈ ന്യൂട്രീഷൻ കൊണ്ട് ആദ്യമേ ശക്തമായ ദേഹമായത് കൊണ്ടായിരുന്നു. ആദ്യം തുടക്കം കണ്ടുപിടിച്ച ഉടനെ ചെയ്തതുകൊണ്ട് ധൈര്യമായി എല്ലാവരോടും ന്യൂട്രീഷൻ ചികിത്സയ്ക്ക് വരാം, ഈ ചികിത്സ നേടാം, അവർക്കും ഇതിലേക്ക് വരാം എന്നാണ് പറയാൻ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.